കൊച്ചു സദസ്സുകളിൽ അല്ലാതെ ഒരു ബഹത്തായ സദസ്സുകൾ നമുക്ക് തന്നെ വായനക്കൂട്ടത്തിന് തന്നെ അത് ചർച്ച ചെയ്യണം. അതുപോലെ മനുഷ്യന്റെ സാംസ്കാരിക വളർച്ച, ഞാൻ ബോംബെയിൽ താമസിക്കുന്ന കുറച്ചുകാലം താമസിച്ച അവസരത്തിൽ അവിടെ ഒരു പള്ളിയിലുള്ള ഇമാമിനോട് അവിടെയുള്ള ഈ വേശ്യാലയങ്ങളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തതിനെ സംബന്ധിച്ച് ഈ ചെറിയ കാര്യത്തിനൊക്കെ വളരെയധികം തീവ്രമായി പ്രതികരിക്കുന്ന മുസ്ലിങ്ങൾ എന്താ ഇതിനെപ്പറ്റി പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ ഒരു പള്ളിയിലെ ഇമാമ് പറഞ്ഞു, ഞങ്ങളെപ്പോലെയുള്ള മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ അതവിടെ നടക്കണം. എന്നാലേ ഇവിടെ ഈ ബോംബെയിലുള്ള നല്ല ഭൂരിഭാഗം ജനങ്ങൾക്ക്, ഇവിടെ സ്വദേശവാസികളായ ഭൂരിഭാഗം ജനങ്ങൾക്ക് മാനമര്യാദയായി ജീവിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷാരങ്ങൾ നിറഞ്ഞ വളരെ ജനസാന്ദ്രതയുള്ള ഒരു രാജ്യമാണ്. ഇവിടെ വൈകാരികമായ അധപതനത്തിൽ വീട്ടമ്മമാരും സാധാരണ നല്ല ആളുകളും അകപ്പെട്ട് പോകും. അതില്ലാതിരിക്കാൻ ഒരു ഭാഗം അങ്ങനെ ഒഴിച്ചിട്ടാലേ അത് നടക്കുള്ളൂ എന്നതുപോലെയുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിന്റെ ഫലൂജയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേശ്യ പറയാണ്, ഈ ഞാൻ വേശ്യാവൃത്തി ചെയ്യുന്നത് ഇവിടെയുള്ള പെൺകുട്ടികളുടെ മാനം ചാരിത്രം സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അവിടെയുള്ള പെൺകുട്ടികളെ ഏതായാലും ഇവിടെ ഇങ്ങനെ ഈ നശിപ്പിക്കൽ, ഈ നാശം, സ്വന്തം നാശം ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ള ഒരു സൂചനയും, ഒരു സാധാരണ ഒരു മനുഷ്യന്റെയും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെയും നാശം മറ്റൊരു വിഭാഗത്തിന് എങ്ങനെ, ആ സമൂഹത്തിന്റെ ശിഷ്ടവിഭാഗത്തിന് എങ്ങനെ നന്മയാക്കാൻ കഴിയും എന്നുള്ളതിനേക്കുള്ള ഒരു രൂപരേഖ വരച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പോയിന്റുകൾ കഥകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇരുന്ന് വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കും. കഥ വായിക്കുന്ന അവസരത്തിൽ എല്ലാവരും, ആ മടക്കയുള്ള ആളുകളൊക്കെ കഥ വായിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ വളരെയധികം ചിന്തയോടുകൂടി വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലദ്ദത്തുൽ ഇൽമ, അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ ലദ്ദത്തുൽ ഇൽമ എന്ന് പറയുന്നത്. എനിക്ക് ലദ്ദത്തുൽ ഇൽമ തരണേന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ല, അങ്ങനെ കഥകൾ വായിച്ചിട്ട് അതിന് നമ്മൾ ഭാവനകൾ നൽകി അതിനെ വികസിപ്പിക്കാൻ നോക്കണം. അതിന് പറ്റിയ കഥകളാണിത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വായിച്ച് വികസിക്കാൻ പറ്റിയ, അങ്ങനെ അല്ലാത്ത കഥകൾ ഒരുപാടുണ്ട്. ഇപ്പോ